കഴിഞ്ഞ തവണയും അതിന് മുമ്പിലത്തെ തവണയൊക്കെ രാസവളം മാത്രം പ്രയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പെർ ഏക്കറിന് 30,000 രൂപയോളം ചിലവ് വന്നിരുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് മാറിയതിലൂടെ അത് ഒരു 5,000 രൂപയിൽ താഴെ നിൽക്കുന്നു. എൻ്റെ പേര് ടിറ്റോ മാളിയേക്കൽ, കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി പഞ്ചായത്തിൽ ആണ് എൻ്റെ കൃഷിസ്ഥലം. മാന്നാർ പുത്തങ്കരി എന്നാണ് ഈ പാടശേഖരത്തിൻ്റെ പേര്. ഈ പാടശേഖരം ഇത് കരിപ്പാടമാണ്, അപ്പർ കുട്ടനാടെന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പുറമാരുടെ കാലം തൊട്ട് നെൽകൃഷിയാണ് ഞങ്ങളുടെ മെയിൻ ഒരു വരുമാനം. ഇത് ഇവിടെ നെൽകൃഷി ഒരു 6 ഏക്കർ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് 50 ഏക്കർ പാടശേഖരമാണ്, കൂട്ടുകൃഷിയാണ്. ബാക്കി വാഴ, കൊക്കോ, തെങ്ങ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഹോമിയോ മരുന്നിനെ പറ്റിയുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പല കമ്പനികളും ഉണ്ട്. പക്ഷേ മനക്കലിൻ്റെ ഇതിനെപ്പറ്റിയാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൻ്റെ ഒരു സത്യസന്ധതയും അതിൻ്റെ ആ ഒരു വളം പ്രയോഗിച്ചതിലുള്ള മെറിറ്റും ഏറ്റവും കൂടുതൽ ആണ്. ഇതിൻ്റെ ഒരു വിശ്വാസ്യത എന്താണ് ഇതിൻ്റെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടയത്തു നിന്ന് ഞങ്ങൾ കോഴിക്കോട് വരികയും കക്കാടംപൊയിലുള്ള ആ കൃഷിസ്ഥലം കാണുകയും അതിനകത്തു നിന്നുള്ള ഇത് മനസ്സിലാക്കുകയും ചെയ്യുകയും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് എല്ലാ വിളകളിലും, ഇത് നെല്ലിൽ തന്നെയല്ല എല്ലാ വിളകളിലും ഇത് പ്രയോഗിക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്തത്. ഒറ്റ പ്രാവശ്യമാണ് അത് ചെയ്തത്. എങ്കിൽ തന്നെയും എനിക്ക് നല്ല റിസൾട്ട്, അതായത് അപ്രോക്സിമേറ്റ് ഒരു 15 കിൻഡൽ കിട്ടേണ്ട അടുത്ത് 22 കിൻഡൽ നെല്ല് എനിക്ക് കിട്ടി. 53 ദിവസം പ്രായമായ നെല്ലാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഡോസ് കൊടുത്തു. ഇനിയിപ്പം ഈ 60 ദിവസത്തിനിപ്പുറം ഒരു ഡോസും കൂടി കൊടുക്കും. ഇതിനകത്ത് ഈ ഹോമിയോ മരുന്നിൻ്റെ കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭമാണ്. അതുപോലെ തന്നെ ഇത് പാടശേഖരത്ത് പ്രയോഗിക്കാനായിട്ടുള്ള എളുപ്പവും ബാക്കിയുള്ള വളങ്ങളെക്കാളും കൂടുതലാണ്. ഇത് സ്പ്രേ ചെയ്യുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ബാക്കി രാസവളങ്ങളോ ജൈവവളങ്ങളോ ഒക്കെ ആണെങ്കിൽ തന്നെ അത് കിലോ കണക്കിനും അത് പ്രയോഗിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ 2 തരത്തിലുള്ള ലാഭം കർഷകർക്ക് കിട്ടും. രാസവളവും ഹോമിയോ വളവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, രാസവളം 5 ഉപയോഗിക്കേണ്ട അടുത്ത് ഇത് ഒരു പ്രാവശ്യം 1 മതി, 5-ൽ 1 മതി അതിൻ്റെ ക്വാണ്ടിറ്റി. കഴിഞ്ഞ തവണയും അതിന് മുമ്പിലത്തെ തവണയൊക്കെ രാസവളം മാത്രം പ്രയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പെർ ഏക്കറിന് 30,000 രൂപയോളം ചിലവ് വന്നിരുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് മാറിയതിലൂടെ അത് ഒരു 5,000 രൂപയിൽ താഴെ നിൽക്കുന്നു. ഈ ഹോമിയോ മരുന്ന് പ്രയോഗിക്കുന്നതിലൂടെ വളപ്രയോഗം നടത്തുന്ന മനുഷ്യരിലാണെങ്കിലും ശരി, പ്രകൃതിക്കാണെങ്കിലും ശരി, യാതൊരുവിധ ദൂഷ്യവശങ്ങളുമില്ല. നല്ല പ്രയോജനമാണ്, എക്കോ ഫ്രണ്ട്ലിയാണ് ഈ മെഡിസിൻ. നാട്ടിലെ കർഷകർ ഈ പരമ്പരാഗതമായിട്ടുള്ള ടൺ കണക്കിനുള്ള രാസവള പ്രയോഗത്തിൽ നിന്ന് മുക്തിയായിട്ട് അവർക്ക് ഇത് ചെയ്യുന്നതിലൂടെ എക്കോ ഫ്രണ്ട്ലി ആകാൻ സാധിക്കുകയും എക്കണോമിക്കലി വളരെ ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്.